ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പലരും പല സ്ഥലത്തും പല രീതിയിലാണല്ലോ സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. കൊണ്ടാട്ടമുളക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആദ്യം മുളകിൻ്റെ കാര്യം നോക്കാം. വെയിൽ വരുമ്പോഴത്തേനും വേഗം വെയിലത്ത് കൊണ്ടുവയ്ക്കണം. കഴുകിയിട്ട് ഞാൻ ഭാഗത്ത് വെച്ചതാണ് കേട്ടോ മുളക്. അപ്പോൾ എല്ലാവർക്കും ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ അറിയുണ്ടാവും. ഇനി അറിയാത്ത ആരെങ്കിലും കൊണ്ടാട്ടമുളക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ഇത് ഓരോന്നും നടു ഇങ്ങനെ കീറിയിട്ട് എടുക്കണം. ഇനി അതൊന്ന് എടുക്കാം. ഇതുപോലെയുള്ള പച്ചമുളക് കൂടുതൽ കിട്ടുമ്പോഴൊക്കെ ഞാൻ കൊണ്ടാട്ടമുളക് ഉണക്കി വയ്ക്കാറുണ്ട്. നല്ല വെയിലുള്ള സമയത്ത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ കൊണ്ടാട്ടമുളക് നല്ല ടേസ്റ്റാണല്ലോ. എല്ലാ പച്ചമുളകും ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ വട്ടോരത്തിലേക്ക് ഇട്ടിട്ട് വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ പോവാം. ഇതുപോലെ പരത്തിയിട്ട് വെയിലത്ത് കൊണ്ടുവയ്ക്കാം. മുളക് ഉണക്കാനായിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. അപ്പോഴാണ് റോഡിൽ വെച്ചിട്ട് ഒരാളെ ഞാൻ കണ്ടുമുട്ടി. ആൾ ആരെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കയറി പോണ ആളാണ്. ഞാൻ റോഡിൻ്റെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ വിളിച്ചതാണ് വായു എന്ന് പറഞ്ഞപ്പോൾ വേഗം എൻ്റെ കൂടെ വന്നു. അല്ലെങ്കിലും അങ്ങനെ തന്നെ ഞങ്ങൾ നനയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ വേഗം കൂടെ വരും. പിന്നെ നനച്ച് വീട്ടിലേക്ക് പോണ വരെ ആളിവിടെ ഉണ്ടാവും. പിന്നെ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരും. അത് സ്നേഹമുള്ള പൂച്ചയാണ്. ചച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ വന്ന സന്തോഷം കാണിക്കുകയാണ്. ആൾ കിടന്നിട്ട് ഉരുണ്ട് കളിക്കുക. പണിയുന്ന വീടിൻ്റെ മേലാണ് കേട്ടോ ഞാൻ ഉണക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുള്ളത്. പൊടികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേനും നനച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നനയ്ക്കലും കൂടിയും കഴിഞ്ഞു. അത് കഴിയണ വരെ ചച്ചിൻ്റെ കൂടെ കൂട്ടിനിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് വേണം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാമ്പാർ വയ്ക്കാനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ അധികമില്ല, കുറവുള്ളൂ. പിന്നെ അല്ലെങ്കിലും സാമ്പാറിന് കഷ്ണങ്ങൾ കുറച്ചിട്ട് സാമ്പാർ വയ്ക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ പരിപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. പരിപ്പ് കൂടുതലായ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ സാമ്പാറിന് നിർബന്ധമായിട്ട് വേണ്ടത് വെണ്ടയ്ക്ക വേണം. പിന്നെ മുരിങ്ങക്കായും മത്തങ്ങയൊക്കെ നിർബന്ധമാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് മുരിങ്ങക്കായ ഇല്ല. മത്തങ്ങ ഉണ്ടായിരുന്നു, ഒരു കഷ്ണം, ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു, അത് നാശമായിപ്പോയി. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാം. ഇനി ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കട്ടെ. കഷ്ണങ്ങൾ കട്ട് ചെയ്യുമ്പോഴത്തേനും ഞാൻ പരിപ്പും ഒരു പച്ചമുളകും വേപ്പിലും കൂടിയിട്ട് വേവിച്ചെടുക്കാം. ഒരു പച്ചമുളകും വേപ്പില് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പരിപ്പ് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളൊക്കെ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുക്കാം.
പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചതായിരുന്നു കേട്ടോ. ഇതും കൂടി ഒഴിച്ചെടുക്കാം. ഇനി വേപ്പിലിട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം. എരിവൊക്കെ ആവശ്യത്തിന് അവനവൻ്റെ ആവശ്യത്തിന് എരിവിട്ടാൽ മതിയിട്ടാണ്. ഞാൻ 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം എരിവ് ഇല്ലാത്ത മുളക് പൊടിയാണ്. ഈ വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് വെണ്ടയ്ക്ക വറുത്തെടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഒരു തക്കാളി, ഒരു സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വറുത്ത് വെച്ച വെണ്ടയ്ക്ക് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. വെറുതെ ഒന്ന് മൂടി വയ്ക്കാൻ കേട്ടോ, വിസിലടിക്കാൻ വേണ്ടിയിട്ടില്ല. ഇനി സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സാമ്പാർ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, മറക്കല്ലേ. കമൻറ്റൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് കൊടുക്കണം കേട്ടോ. പിന്നെ ഇനി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി സാമ്പാർ താളിച്ചെടുക്കാൻ മാത്രമേ വേണ്ടൂ. ഇനി സാമ്പാർ നമുക്കൊന്ന് താളിച്ചെടുക്കാം. സാമ്പാർ ഞാനെങ്ങനെയാണ് സാമ്പാർ വയ്ക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് സാമ്പാർ വയ്ക്കുന്നുണ്ടാവും. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവ, വറ്റൽമുളക്, വേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് സാമ്പാർ താളിച്ചെടുക്കുക. നിങ്ങളെല്ലാവരും ഇതുപോലെ സാമ്പാർ വെച്ച് നോക്കിയിട്ട് വൈകിട്ട് ഞാൻ ഉണക്കം വെച്ച മുളകൊക്കെ എടുത്ത് കൊടുന്ന് ഇനി ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് അതിലെ തൈരും ഉപ്പും കൂടിയിട്ട് ഇട്ട് വയ്ക്കാം. പാത്രത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് പിറ്റേ ദിവസം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി തൈര് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 പാക്കറ്റ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണോ നിങ്ങളും കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ.
മുളകിൽ തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നാളെ രാവിലെ ഞാൻ ഈ മുളക് എടുത്തിട്ട് വട്ടോരത്തിലാക്കിയിട്ട് വെയിലത്ത് കൊണ്ടുവയ്ക്കും. വൈകിട്ട് വീണ്ടും അത് എടുത്ത് കൊടുന്നിട്ട് തൈരിൽ തന്നെ കൊടുന്നിടും. എന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം അതേപോലെ തന്നെ ചെയ്യും. അങ്ങനെ ഒരു 4-5 ദിവസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തൈരൊക്കെ മുളകിൽ വറ്റും. അതിനുശേഷം പിന്നെ ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പിന്നെ ഒരു 2 ദിവസം കൂടി ആയിക്കഴിഞ്ഞ്, നല്ല വെയിലുണ്ടെങ്കിൽ 2-3 ദിവസം കൂടി ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇങ്ങനെയാണ് ഞാൻ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഇന്നലെ തൈരിൽ മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിട്ട് ഉണക്കാൻ കൊണ്ടുവയ്ക്കാം. കൊണ്ടാട്ടമുളക് ഉണക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ, കൊണ്ടാട്ടമുളക് ആക്കിയെടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി വൈകിട്ട് ഇതുപോലെ തന്നെ ഈ മുളക് കൊടുന്നിട്ട് ഈ തൈരിൽ തന്നെ ഇട്ട് വയ്ക്കാം. പിറ്റേ ദിവസം അതുപോലെ എടുത്തിട്ട് വീണ്ടും വെയിലത്തിട്ട്, അങ്ങനെയാണ് കേട്ടോ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുക. എല്ലാ മുളകും ഞാൻ തൈരിൽ നിന്ന് ഇത് വട്ടളത്തിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ പോവാണ്. ഇത്രയും തൈര് ഇതിൽ ബാക്കിയുണ്ട്. ഇനി വൈകിട്ട് മുളക് എടുത്തു കൊടുത്തിട്ട് ഈ തൈരിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി. ഇതുപോലെ പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. മുളകൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് കൊണ്ടാട്ടമുളക് ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഭാഗമൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് തന്നെ ഞാനെടുത്തിട്ട് ഓരോ ദിവസം ഉണക്കിയിട്ട് ഇവിടെ വീട്ടിലേക്ക് കൊടുന്ന് വെക്കുമ്പോഴത്തേനും ഞാനെടുത്തിട്ട് ചോറയ്ക്ക് അതൊക്കെ ഓരോന്നെടുത്തിട്ട് ഞാൻ വറുത്തിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് ഉണങ്ങി വരുമ്പോഴത്തേനും ഞാൻ വറുത്തിട്ടുണ്ടാവും. അതെ, അത്രയും ക്ഷമയേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് അങ്ങനെ വറുക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ടാണ് ഞാനെടുത്ത് വറുത്ത് കഴിക്കണത്. തൈരിലിട്ടതിന് ശേഷം ഒരു ദിവസം ഞാൻ വെയിലത്ത് വെക്കുമ്പോൾ തന്നെ ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും ഞാൻ തൈരിലിട്ട് കൊടുക്കുകയാണ്. കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതേപോലെ ഒന്ന് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കി നോക്കൂട്ടോ. അതുപോലെ തന്നെ സാമ്പാറും ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.